ഇടുക്കി മൂന്നാറിൽ കടുവയുടെ ആക്രമണം. അരുവിക്കാട് എസ്റ്റേറ്റിൽ പശുവിനെ കൊന്നു. രാഹുൽ വിജയൻ കടുവയുടെ കഥയുമായി വരുന്നു. പറയൂ രാഹുൽ, ഗുഡ് മോർണിംഗ്. എസ്കെൻ, മൂന്നാറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കടുവയുടെ ആക്രമണം അതിരൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. ഒരു 3 കടുവകൾ, അതായത് ആ ഒരു തള്ളക്കടുവയും പിന്നെ 2 കുട്ടികളുമായിരിക്കാം, ആ 3 കടുവകൾ ഇങ്ങനെ അരുവിക്കാട് എസ്റ്റേറ്റിലൂടെ പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ആ മേഖലയിൽ വീണ്ടും ഒരു പശുവിനെ ആക്രമിച്ച് കൊന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവിനെ കാണാതായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പശുവിന്റെ ജഡം കണ്ടത്. കടുവയുടെ ആക്രമണത്തിലാണ് പശു ചത്തതെന്ന് വനംവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ 2 മാസത്തിനിടെ 20-ലധികം പശുക്കളെ ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. ഈ തോട്ടം തൊഴിലാളികളൊക്കെ വലിയ ആശങ്കയിലാണ്. ജോലിക്ക് പോകാൻ തന്നെ ഭയമാണ് എന്നുള്ളതാണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ കാര്യക്ഷമമാക്കണം. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ ഈ കടുവകൾ ജനവാസ മേഖലയ്ക്ക് സമീപത്തുണ്ട് എങ്കിൽ കൂടുൾപ്പെടെ സ്ഥാപിച്ച് അതിനെ പിടികൂടി വനത്തിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവിടുന്ന് മാറ്റുകയോ ചെയ്യണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത്രയും പശുക്കൾ ചത്തിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നഷ്ടപരിഹാരം പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അരുവിക്കാട് എസ്റ്റേറ്റിലാണ് ഇന്നലെ ഒരു പശുവിനെ കൂടി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.